പൊതുവെ ഈ സൈസ് ഞാൻ എടുക്കാത്തയാണ്. അതായത് ബിഗ് ബോസ് ആണ്, ആവശ്യമുള്ളവർ കണ്ടായി ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. വേറൊന്നുമല്ല, ബിഗ് ബോസിൽ തകരാൻ തയ്യാറായി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അഖിൽമാരാർ കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞാണ്. 2 വീഡിയോ ഇട്ടുണ്ട്. 2 വീഡിയോയിൽ പുള്ളി വളരെ വ്യക്തമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസ് ഒരു 7 അംഗ സമിതിയിൽ 2 പേർക്ക് ചില ആൾക്കാർ ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ബാക്കിയുള്ള 5 പേര് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ടീമാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പുള്ളി ഒരു അലിഗേഷൻ പറഞ്ഞേക്കണം എന്ന് വെച്ചാൽ 2 പേർക്കെതിരെയുള്ള അലിഗേഷനാണ്. ആ 2 പേര്, ഒരാൾ പ്രായം ചെന്ന ആളാണ്, ആള് റിട്ടയർ ആയിട്ടുള്ള ആളാണ്. അപ്പം ഇവർക്കെല്ലാം ഇവർ സ്ത്രീകൾ ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ട്, അതുപോലെ പൈസ സ്വാധീനിച്ച് ഉപയോഗിച്ചെന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസിൽ വരുന്നവർക്ക് പേയ്മെൻറ്റ് ഡിസൈഡ് ചെയ്യണവരാണ്. അപ്പോൾ നോർമലായിട്ട് വന്നേക്കുന്ന ഒരാൾക്ക്, ഇപ്പോൾ ഉദാഹരണം അഖിൽമാരാർക്ക് 30,000 രൂപ പെർ ഡേ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ 40,000 45,000 ഉണ്ടാവുമായിരിക്കും. മീൻസ് അത്ര പോലും ഇതില്ലാത്ത ആൾക്കാർക്ക്, ഒരു നോർമൽ കണ്ടസ്റ്റൻസിന് എന്തിനാണ് പെർ ഡേ 30,000 രൂപ, പെർ ഡേ 20,000 രൂപ കൊടുക്കണം? എന്തിനാണ്? എനിക്കറിയില്ല അത്രയും പൈസ കൊടുക്കണം എന്തിനാന്നുള്ളത്. അപ്പോൾ പൈസ മാത്രമല്ല, ഫെയിം കൊടുക്കാം, എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ നിന്ന് അത് പൈസ അങ്ങോട്ട് പേ ചെയ്തിട്ട് വരെ അകത്ത് കയറിയവരുണ്ടെന്നാണ് പുള്ളി പറയണത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരിക്കണത് ഇത്തവണത്തെ നോറയെന്ന് നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത്തവണ നോറ അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട്, അതിൽ ജാസ്മിൻ ഈ പറഞ്ഞ പോലെ ജാസ്മിനും നോറയ്ക്കും ഭയങ്കര സപ്പോർട്ട് അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. മീൻസ് അകത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്രൂയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. എന്തിനാണ് അങ്ങനത്തെ ഒരു സപ്പോർട്ട്? നമ്മൾ ജനങ്ങൾ മണ്ടന്മാരായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ വിഡ്ഢിയായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊക്കെ കണ്ട് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി ഷോയുടെ വെച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾ വിജയമായിട്ട് വരുന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾ വിജയം വരുന്നു. ജനങ്ങൾ തിരഞ്ഞെടുക്കണതിൽ നമ്മൾ ചൂസ് ചെയ്യാത്ത ആൾക്കാരതിനകത്ത് വിന്നറായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോപ്പ് 5 വന്നു കഴിഞ്ഞാൽ, മീൻസ് അതിനൊരു ടോപ്പ് 5 തന്നെ ഭയങ്കര വലിയൊരു പൊസിഷനാണ്. കാരണം ബിഗ് ബോസ് എന്നുള്ളൊരു വലിയ എൻ്റർടൈൻമെൻ്റ് ഷോ എന്നുള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൻ്റെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റിയിൽ സെലക്ട് ആവുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി പോയി. സീരിയസ്ലി ഒറ്റ ദിവസം കൊണ്ട് മാരാർ അതിൻ്റെ ക്രെഡിബിലിറ്റി ആണ് കത്തിച്ച് കളഞ്ഞു. മാരാർ പറഞ്ഞത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതായത് ഒരിക്കലും എൻ്റെ മോളോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ ഇതിന് ഉത്തരവാദിയല്ല, അതിൽ ആ 2 പേരെന്നുള്ളതാണ്. ആ 2 പേര് ആർക്കെന്ന് ഏഷ്യാനെറ്റ് തന്നെ തുറന്ന് കാണിക്കണം. ഏഷ്യാനെറ്റ് ഞാൻ പറയണമെങ്കിൽ ഏഷ്യാനെറ്റ് ഇതിനൊരു റിപ്ലൈ ആയിട്ട് ആ 2 പേരെ തുറന്ന് കാണിക്കണം. 2 പേര് ഒരു കുളത്തിൽ 2 മുതലുണ്ടെങ്കിൽ ആ 2 മുതൽ ആരാന്നുള്ളത് കാണിച്ച് 2 പേരെ പുറത്ത് കളഞ്ഞേ പറ്റൂ. അല്ലാതെ ഷോയ്ക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല, ഷോ മുന്നോട്ട് പോകാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ സീസൺ 5 വരെയുള്ള ഡയറക്ടറെ തിരിച്ചുകൊണ്ടുവരണം. പുതിയ ഡയറക്ടർ ഫേവറിസം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മലയാളിയില്ലാത്ത ഡയറക്ടറെ കൊണ്ടുവരണം, ഫേവറിസം കാണിക്കാത്ത ആളെ. ഇത്ര നാൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളും ഇത്ര നാൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങളും ഒക്കെ മണ്ടന്മാരാന്നായി പറഞ്ഞതിന് അർത്ഥം. മനസ്സിലായോ? അതായത് മാരാർക്ക് എല്ലാവർക്കും ഒരു 1 ഇയർ കോൺട്രാക്ട് വെച്ചേക്കണം. 1 ഇയർ കോൺട്രാക്ട്. ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് 1 ഇയർ ഒരാൾക്ക് മിണ്ടാൻ പറ്റില്ല. മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ അവരുടെ പേയ്മെൻറ്റ് ഫുൾ ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ കോൺട്രാക്റ്റ് ഫുൾ ടെർമിനേറ്റ് ചെയ്യുക. കോൺട്രാക്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള ക്ലോസുകളൊക്കെ ഒരുപാട് ഭയങ്കര കട്ടിയായിട്ടുള്ള ക്ലോസുകളായിരിക്കും. ഷോക്കെതിരെയോ അല്ലെങ്കിൽ ഷോൻ്റെ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടില്ല. ആ അത്ര നാൾ നിന്ന് ചിലപ്പോൾ ഫസ്റ്റ് അടിച്ചവർക്ക് മാത്രമേ ആ ഒരു 50 ലക്ഷം കിട്ടി ആ ഒരു കാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. സെക്കൻഡ് അടിച്ചവർക്ക് ചിലപ്പോൾ പെർ ഡേ വെച്ച് 30,000 വെച്ചിട്ട് 100 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള എമൗണ്ട് 30 ലക്ഷം മേലെ എമൗണ്ട് വരും. ആ എമൗണ്ട് കിട്ടേണ്ടതാണ്. ആ എമൗണ്ടൊക്കെ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഒരു വീണ്ടും ഒന്നേന്ന് തന്നെ ജീവിതം ആരംഭിക്കേണ്ടി വരും. അപ്പോൾ ഒരിക്കലും പേയ്മെൻറ്റ് നോക്കാതെ നമ്മൾ ഇതിനകത്ത് നമ്മളായിട്ട് നിന്ന് ജനങ്ങൾ ജയിപ്പിക്കൂ എന്നുള്ളത് നോക്കിയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് പോണത്. പക്ഷേ അതിനകത്ത് കുറച്ച് ഫേവറിസം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയും പോയി, ആ ഷോയുടെ ജെന്യൂനിറ്റിയും പോയി. ഇപ്പോൾ അലിഗേഷൻ വന്നല്ലോ, ഓൾറെഡി അലിഗേഷൻ വന്ന സ്ഥിതിക്ക് ഇനിയുള്ള 50 ദിവസം, ബാക്കിയുള്ള 50 ദിവസം എന്തിനാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഞാനൊക്കെ പറയുകയാണെങ്കിൽ ആരും കാണണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് എല്ലാവരുടെയും റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ എന്താ പറയണത് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട്. പക്ഷേ ഇപ്പം ഇന്നലെ മാരാർ ഇങ്ങനെ പറഞ്ഞ ഒരു ഒറ്റ കത്തിക്കൽ കത്തിച്ചുകൊണ്ട് മൊത്തത്തിൽ, അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആ 2 പേര് ആരാണ്, ആ 2 പേര് പേരും ആ ഷോയിൽ മറ്റേ കണ്ടസ്റ്റൻസിൻ്റെ പേരൊന്നും പറയണമെന്നില്ല. ആ 2 പേര് പേര് പറഞ്ഞ് ശരിക്കും അലിഗേഷൻ ക്ലോസ് ചെയ്യണം. ഇങ്ങനെയാണ് പരിപാടി കാണിക്കുന്നത് എന്നുള്ള അലിഗേഷൻ ക്ലോസ് ചെയ്യുക. മറ്റുള്ളവരെ ഇപ്പോൾ സിബിൻ എന്നുള്ള ഒരു വ്യക്തിയെ പുറത്താക്കിയത് വന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റിയത്.
ആൾക്ക് ഡ്രഗ് മാറിക്കൊടുത്തല്ല ഡ്രഗ് കൊടുത്ത് ആളൊരു മെൻ്റൽ ട്രൊമാറ്റിക്കൽ സ്റ്റേജുള്ള ഒരാളാണെന്ന് കാണിച്ച് ആളെ ആ ഷോയിൽ നിന്ന് പുറത്താക്കി. കാരണം ആൾക്ക് നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. ജാസ്മിൻ എന്നുള്ള കണ്ടസ്റ്റൻ്റിനെതിരെ പുള്ളി പറയുമ്പോൾ സംസാരിക്കുമ്പോൾ പുള്ളിക്ക് സപ്പോർട്ട് കൂടുന്നു, പുള്ളിക്ക് ജെന്യൂനിറ്റി, ആൾക്കാരുടെ ക്രെഡിബിലിറ്റി കൂടുന്നു, വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്നു. അപ്പോൾ പുള്ളി ഷോക്ക് ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ജാസ്മിൻ എന്നുള്ള വ്യക്തിനെ ഒരു ഫോക്കസ് ചെയ്ത് നിന്നുള്ളൂ. അപ്പം തന്നെ മനസ്സിലായല്ലോ, ആളെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ ജാസ്മിനെ ഫേവറൈസും ചെയ്തിട്ടുള്ള ഒരു ഷോയാണ് പോയിക്കൊണ്ടിരിക്കണതെന്ന്. എന്തോ ജബ്ബാർക്ക് ആമിനയ്ക്ക് എന്താണ്ട ഇക്ക ആണ് ഇതിൻ്റെ ഡയറക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ ജാസ്മിന് ഒരു കപ്പ് എന്നുള്ള പേര് കൊടുത്തിട്ട് മോഹൻലാലിനെ മാറ്റുക. മോഹൻലാൽ എന്നുള്ള നമ്മൾ ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മോഹൻലാൽ വന്നിട്ട് പുള്ളി ഈ ഷോയൊന്നും മൊത്തമൊന്നും കാണുന്നില്ല, ഈ കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ കാണുള്ളൂ. ആ ക്ലിപ്പിങ്സ് വെച്ചിട്ടാണ് സംസാരിക്കണത്. അതും ഫുൾ ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ചെവിയിൽ മറ്റേ ഇത് വെച്ചിട്ട്. അപ്പോൾ അത് കാരണം പുള്ളിക്ക് വേറെ ഒന്നും പറ്റി പറയാൻ പറ്റത്തില്ല. ഇൻ കേസ് അവിടെ നിന്ന് ഋഷി എന്ന് ചോദിച്ചായിരുന്നു, ഇവിടെ ഇത് മാത്രമല്ല നമ്മൾ മറ്റുള്ളവരും ഇങ്ങനെ കുറേ ഇത് കണ്ട് അമ്മാതിരി ചോദ്യം വേണ്ടെന്ന് പുള്ളി വിളിച്ച് പറഞ്ഞു. അവളുടെ ചെവിയിൽ തന്നെ അങ്ങനെ പറഞ്ഞതെന്ന് പറയണേ. ഋഷി തിരിച്ചു ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഇവർ മാത്രമല്ലല്ലോ മറ്റു പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അവർക്കൊന്നും ഇതില്ലേ എന്ന് ചോദിച്ചപ്പോൾ പെട്ടുപോയി. തിരിച്ച് പെട്ടെന്ന് അങ്ങനെ സഡനായിട്ട് ചോദിക്കുന്നത് വിചാരിച്ചില്ല. അപ്പോൾ ഈ പറഞ്ഞ ഫീൽഡിലെല്ലാം ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ തരണം ചെയ്തിട്ട് വേണം അടുത്ത ബിഗ് ബോസ് സീസൺ 7 എന്നുള്ളതിലേക്ക് നിങ്ങളൊക്കെ ആരെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിൽ പോകാനും അപ്ലൈ ചെയ്യാനും. ഇൻ കേസ് ഇപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ പോവും. ഞാൻ പോയിട്ട് ഞാൻ എൻ്റേതായിട്ടൊരു രീതിയിൽ നിൽക്കും എന്നാണ് ഞാൻ പറയുള്ളൂ. അത് നിൽക്കണത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ തീരുമാനിക്കും, അല്ലേ? കിട്ടൂല അത് റൈസ്. ഇപ്പോൾ കോമണർ എന്നുള്ള സ്കീമിൽ കുറേ പേര് കയറിയിട്ടുണ്ട്, പലരും കയറിയിട്ടുണ്ട്. ആർക്കും ഇതുവരെ കോമണർ എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ മഴവിൽ ടീമിന് ടൈറ്റിൽ കൊടുക്കരുത്, അത് ഞാൻ പറയുള്ളൂ. അവന്മാരുടെ ടീം ആ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന ടീമാണ്, അതിന് കൊടുക്കരുത്. കോമണർക്ക് വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം അങ്ങനെയൊക്കെ, പക്ഷെ അത് പ്ലാൻ ചെയ്ത് കൊടുക്കുകയല്ല, ജനങ്ങൾ ഇതാക്കി കൊടുക്കണം. അപ്പം ഞാൻ ബിഗ് ബോസിൽ വരണത് നിങ്ങൾ വെയിറ്റ് ചെയ്യും, കോമണർക്ക് ആ സാധനം മേടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ജനറലി പറഞ്ഞാണ്. ഒരു അട്ടർ ഫ്ലോപ്പ് ടോപ്പിക്കാണെന്ന് എനിക്കറിയാം ബിഗ് ബോസ് എന്നുള്ളത്. ജസ്റ്റ് എനിക്ക് ആ പറഞ്ഞ ആൾക്കാർ നമുക്ക് ചുറ്റും നടക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. ഇപ്പോഴേ ഇച്ചിരി സീരിയസ് ആയിട്ട് ഇഷ്യൂ കൊണ്ട് മാത്രം പറഞ്ഞാണ്. സീരിയസ് ആയിട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മീഡിയ നമ്മളെപ്പോഴും കാണണമല്ലേ. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ഏഷ്യാനെറ്റാണ് എൻ്റെ അമ്മയച്ഛനും ഫുൾ ടൈം കാണുന്നത്. വൈകുന്നേരം ഒരു 6 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10:30, 11 വരെ ഏഷ്യാനെറ്റ് എന്നെ കാണുന്നത്. അതിനകത്ത് ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ 6 വർഷത്തെ തുടർച്ചയായിട്ടുള്ള പ്രേക്ഷകനാണ് ഞാനും, എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും വൈഫും ഒക്കെ. അപ്പോൾ ആ ഒരു ഷോനെ കുറിച്ച്, നമുക്ക് ജനപ്രിയമുള്ള ഷോനെ കുറിച്ച്, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ എപ്പിസോഡൊക്കെ നമ്മൾ വിടാണ്ട് കാണുന്നതാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ 24/7 കാണുന്നതാണ്. റോബിൻ്റെ സീസണൊക്കെ 24/7 കണ്ടാണ്. മാരാറിൻ്റെ സീസൺ 24/7 കണ്ടാണ്. അപ്പോൾ അതൊക്കെ ഈ സീസൺ കണ്ടല്ലോ കേട്ടോ. ഈ സീസൺ അങ്ങനെ വലിയ എപ്പിസോഡ്സും കണ്ടിട്ടില്ല, കുറച്ച് എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. ഒരു 30 തൊട്ട് 50 വരെയുള്ള 20 എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നമ്മളെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ആ ഇഷ്ടത്തിൽ ഇങ്ങനെ കലർപ്പ് വരുമ്പോൾ നമുക്കത് കാണാൻ തോന്നില്ല. അപ്പോൾ ഹോട്ട്സ്റ്റാറും ഡിസ്നിയും എൻ്റെ മോൺഷൈനും ഏഷ്യാനെറ്റും കൂടി തീരുമാനം എടുക്കുക. ആ 2 പേരെ നിങ്ങൾ പുറത്താക്കുക. ആ 2 പേരായിരുന്നു ഡിസ്ക്ലോസ് ചെയ്യുക, ജനങ്ങളെ അറിയിക്കുക. അവനെ ഒരു മീഡിയയിലും എടുക്കരുത് ഇനി. ബൈ. സൈനിങ് ഓഫ് ഫ്രം സൂപ്പർമാൻ.